ബിന്ദു ശ്ലോക് ഈ വീട്ടിൽ നിന്നും ആരും വന്നില്ല എന്റെ വീട്ടിലേക്ക്. എന്റെ മക്കൾ വരാറുണ്ട്. ബിന്ദു ശ്ലോകില് ആരും വന്നിട്ടില്ല ഇവിടുന്ന്. അയ്യോ, ബിന്ദു ചേച്ചി ലൈവ് എപ്പോഴും എടുത്തെന്നുള്ള സംഭവം ഇട്ടേ, ഞാൻ വരാം. ഞാൻ ഫ്രീ ആയിട്ട് നിൽക്കുക. ഞാൻ എപ്പോഴും ഫ്രീ ആയിരിക്കില്ല. ഫ്രീ ആയിട്ടുള്ള സമയത്ത് ഞാൻ വരാം. ഇന്നോട് ഞാൻ ഫ്രീ ആയിരിക്കും. നാളെ മുതൽ എനിക്ക് ഡ്യൂട്ടി ഉണ്ട്. ഞാൻ തിരിച്ചു പോകാൻ പോവാണ്. അപ്പം അതിന്റെ തിരക്കായിരിക്കുന്നത് ഇടയ്ക്ക് ഫ്രീ ആവുന്ന സമയത്ത് ഞാൻ വരും. ബിന്ദു ചേച്ചി സ്നേഹം തരുന്നുണ്ട്. അൽഫോൺസ് അമ്മ 26 ലൈക്ക് 26 പറയുന്നുണ്ട്. പ്രശാന്ത് അപ്പോൾ ഞാൻ പോകുന്നു, കൈ നല്ല വേദനയാണ്. എല്ലാവർക്കും സ്നേഹത്തോടെ ശുഭരാത്രി, സുഖനിദ്ര പറയുന്നുണ്ട്. ഓക്കെ പ്രശാന്ത് ബ്രോ, എന്തായാലും കയറി കൈയൊക്കെ നന്നായിട്ട് സൂക്ഷിക്കണം കേട്ടോ, സൂക്ഷിച്ചു പോണം. സന്ധ്യ ചേച്ചി, ബിന്ദു ചേച്ചി ഞാൻ വരാറില്ലേ? ആ പിന്നെ സന്ധ്യ ചേച്ചി ആണല്ലോ ടുഗദറിൽ മാക്സിമം കയറാറുള്ളത്. പ്രശാന്ത് പറഞ്ഞു പൊളിച്ചു ചേച്ചി എന്ന് പറഞ്ഞ് വളരെ സ്നേഹം തരുന്നുണ്ട്. അൽഫോൺസ ജോൺ ടുഗദറിൽ ഇതാരാന്ന് ചോദിക്കുന്നത് ഞാനാണ്. എന്റെ പേര് ജയരാജ് ഹരി എന്നാണ്. ചാനല് ജയരാജ് ഫിലിം ബ്ലോഗ്സ് എന്നാണ്. അൽഫോൺസിന്റെ പലരും ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ കണ്ടിട്ടുണ്ടാവണം, മുഖത്തോട് ഇങ്ങനെ കണ്ടിട്ടില്ല, അതാണ്. ബിന്ദു സ്ലോഗ് തൃച്ചിക്കാരി കൂട്ടാക്കാൻ വരാം ഞാൻ. ബി ഈ പാട്ട് പാടാമോ? അതേത് പാട്ടാ അമ്മ? ഈ തൃച്ചിക്കാരി കൂട്ടാക്കാൻ വരാമോ എന്ന് പറഞ്ഞ പാട്ടുണ്ടോ, അതോ വേറെ ഏതെങ്കിലും പാട്ടാണ് ഉദ്ദേശിച്ചത്? എനിക്കറിയാൻ വയ്യ. ബിന്ദു സ്ലോഗ് പറഞ്ഞേക്കുന്ന ബിന്ദു സ്ലോഗ് ചിരിക്കുന്നുണ്ട്. നീതി പ്രശാന്ത് ഓക്കെ എന്ന് പറയുന്നുണ്ട്. പ്രശാന്ത് സ്നേഹത്തുമ്പി ഞാനില്ലേ കൂടെ. മെയിൽ സൗണ്ട് ആണ്, എന്നാലും ഫീമെയിൽ പാടി വെറൈറ്റി ആയിരിക്കും. സ്നേഹത്തുമ്പി പാടാൻ അറിയാവോ അമ്മയ്ക്ക്? സ്നേഹത്തുമ്പി ഞാനില്ലേ കൂടെ, കരയാതെന്നാൽത്തുമ്പി നീയില്ലെങ്കിൽ ഞാനുണ്ടോ പോവേ, വാത്സല്യത്തേൻ ചോരും പോവേ, ഏതോ ജന്മത്തിൻ കടങ്ങൾ തീർക്കാനായി നീ വന്നു, ഇന്നാത്മാവിൽ തുളുമ്പുമാശ്വാസം നീ മാത്രം. സ്നേഹത്തുമ്പി ഞാനില്ലേ കൂടെ, കരയാതെന്നാരോമൽ തുമ്പി നീയില്ലെങ്കിൽ ഞാനുണ്ടോ പൂവേ, വാത്സല്യത്തേൻ പോരും പൂവേ. ഓരോ പൂവും ഓരോ രാഗം. അടുത്ത ബിന്ദു സ്ലോഗ് അല്ല, പ്രശാന്ത് സ്നേഹത്തുമ്പി പറഞ്ഞു. ഓക്കെ നീലി പറയുന്നുണ്ട്. ബിന്ദു സ്ലോഗ് പ്രശാന്ത് 9 PM ലൈവ് ഉണ്ട്, സ്വാഗതം. 9 മണിക്കാണോ ലൈവ്? ഓക്കെ, ബിന്ദു ചേച്ചിയുടെ ലൈവ് ഓക്കെ നോക്കാം ചേച്ചി, നോക്കാം. പക്ഷെ എനിക്ക് നോട്ടിഫിക്കേഷൻ ഒന്നും വരാറില്ല. നോക്കാം. സന്ധ്യ ചേച്ചി ആരെങ്കിലും ഒരാള് ഇതിന്റെ ബിന്ദു ചേച്ചിയുടെ ലൈവിന്റെ ലിങ്ക് ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലോട്ടോ അല്ലെങ്കിൽ ഈ പേഴ്സണായിട്ട് ഇരിക്കുന്ന ഇട്ടേക്കണേ. നീലി അൽഫോൺസ് ഇത് ജയരാജ് ആണെന്ന് പറയുന്നുണ്ട്. പ്രശാന്ത് വരാൻ വിദ്യച്ച് ഉറക്കം ഇല്ല, ഇന്ന് വേദനയാണ്. ഓക്കെ, പിന്നെ എന്തായാലും വീണതല്ലേ ബ്രോ, അപ്പൊ അതിന്റെ ഒരു വേദന ഉണ്ടാവും. ചതവുണ്ടോ എന്ന് നോക്കണം. നീലി സൂപ്പർ എന്ന് പറയുന്നുണ്ട്. അഭിജിത്ത് സൂപ്പർ എന്ന് പറയുന്നുണ്ട്. പാലക്കാട്ടുകാരി ബിന്ദു ചേച്ചി ഈ പാട്ട് സൂപ്പർ, പൊളി. പാലക്കാട്ടുകാരി ബാങ്ക് നമ്പർ 28 അടിച്ചിട്ടുണ്ട്. പുന്നൂസ് അമ്മേ എന്റെ പാട്ട് മോളെ, ആ പാട്ട് അവിടെ ഉണ്ട്. അമ്മ അതിനെ കുറിച്ച് ഭയങ്കര അഭിപ്രായം പറഞ്ഞു. അമ്മ അത് ഷെയർ ചെയ്യാന്ന് പറഞ്ഞു. ഞങ്ങൾ ആരും കേട്ടില്ല. ഇന്നലെ കുറച്ച് തിരക്കായിപ്പോയി. ഇന്ന് എന്തായാലും ഞങ്ങൾ ആ പാട്ട് വട്ടം കൂടി ഇരുന്ന് കേൾക്കുന്നതായിരിക്കും ഉറപ്പായിട്ടും. പാലക്കാട്ടെ ലൈക്ക് 28 പറഞ്ഞു. സ്നേഹം തരുന്നു. ഓക്കെ, കഴിഞ്ഞു. മെസ്സേജ് തീർന്നു. അപ്പൊ അടുത്ത പാട്ട് കളിക്കാം. മെസ്സേജ് തീർന്നു. ആണോ? നീ ഏത് പാട്ടാടാ? മറ്റേ തരളിതരാവിൽ അറിയാവോ? കീരവാണിയുടെ നമ്മളെ ബാഹുബലിയുടെ ദേഷ്യപ്പെടുന്നോട്. കുഞ്ഞൂസ അല്ല, ഇന്നലെ കുറച്ച് തിരക്കായിരുന്നു കുട്ട. ഇന്നലെ ഏതാണ്ട് ജോലികളൊക്കെ തീർന്ന് എല്ലാവരും ഫ്രീ ആയപ്പോഴത്തേക്ക് 2:45, 2:57, 3 മണിയായി. പിന്നെ ഈ ആർക്കും പാട്ടോ കാര്യങ്ങളും സെൻഡ് കൊടുക്കാൻ പറ്റില്ല. സന്ധ്യച്ചിയൊക്കെ നല്ല തിരക്കായിരുന്നു. വിളിച്ചിട്ട് പൊന്നൂസ് ഇങ്ങനെ ഇമോജി അധികം എഴുതുക കേട്ടോ. ഇമോജി ഇപ്പൊ അധികം ഇട്ടുകൂടാൻ ഇങ്ങനെ ചാനലിൽ അത് ഭയങ്കര ഹാംഫുൾ ആണ്. അതുകൊണ്ട് പൊന്നൂസെ ഇമോജി ഇടണ്ട. നിങ്ങൾ കേൾക്കുന്നില്ലേ? പൊന്നു പൊന്നോ പൊന്നോ. അത് ഏത് പാട്ടായിരുന്നു ഇപ്പൊ നീ പറഞ്ഞേ? തരളിതരാവിൽ മയങ്ങിയോ സൂര്യമാനസം, വഴിയറിയാതെ വിതുമ്പി